ഇനി ഈ പട്ടിണി മരണം അത് ലോകത്ത് പലയിടങ്ങളിൽ പല അളവിൽ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ പോലും അത്തരം സംഗതികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് മുമ്പ്. അപ്പോൾ ഈ പട്ടിണി അതിപ്പോൾ ഈ വളരെ അതീവ ദരിദ്രമായി കിടക്കുന്ന പല രാജ്യങ്ങളും ഇത്തരം ഒരു പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ വലിയ സംഘർഷങ്ങൾ നടക്കുന്ന മേഖലകളിലാണിത് വാർത്തകളായി വരുന്നത്. ഇപ്പോൾ ഗസയിലടക്കമുള്ള സംഗതികളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ പട്ടിണി മരണം അതിപ്പോൾ വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുകയാണ്. അത് സംബന്ധിച്ച് എന്തോ പുതിയ വിവരങ്ങൾ വന്നിട്ടുണ്ടല്ലോ, എന്താണത്? ഈ ലോകരാജ്യങ്ങളിൽ പലതും സംഘർഷാവസ്ഥയിലും പ്രതിസന്ധിയിലുമൊക്കെ കടന്നു പോവുകയാണ്. ഈ സമയത്ത് ആഗോള വിശപ്പ് വലിയ പ്രതിസന്ധിയായി മാറാനുള്ള സാഹചര്യം കൂടുതലുണ്ട് എന്നാണ് പഠന റിപ്പോർട്ടുകൾ പറയുന്നത്. അതായത് ഈ വിശക്കുമ്പോൾ കഴിക്കാൻ ആഹാരമില്ല, അത് ഉണ്ടാക്കാനുള്ള ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ കയ്യിൽ കിട്ടുന്നില്ല, ഇനി കിട്ടാനുണ്ട് എങ്കിൽ അധിക വിലകളിലാണ് ലഭിക്കുന്നത്. അപ്പൊ ഈ യുദ്ധങ്ങൾ നടക്കുന്ന രാജ്യങ്ങളിൽ ഇതിന്റെ പ്രസക്തി കൂടുകയാണ്. അതായത് വിശപ്പ് കൊണ്ട് ജനങ്ങൾ മരിക്കുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ലോകത്തെ പല രാജ്യങ്ങളും എടുത്താൽ നമുക്ക് ഇത്തരം ആഗോള വിശപ്പ് ഭീഷണി, അതായത് ആ രാജ്യങ്ങൾ ജീവിക്കണമോ പട്ടിണി മൂലം മരിക്കണമോ എന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിൽ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുക എന്നാണ് ഐക്യരാഷ്ട്രസഭ പോലും പറയുന്നത്. അപ്പോൾ UN അടക്കമുള്ള രാജ്യങ്ങൾ ഇതിൽ വലിയ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. UN ഒക്കെ പറയുന്നത് ഈ ആഗോള വിശപ്പ് നമ്മുടെ ലോകത്തെ തന്നെ വിഴുങ്ങുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നൊക്കെയാണ് UN തന്നെ പറയുന്നത്. ലോക ആരോഗ്യ സംഘടന അടക്കമുള്ളവർ ഇപ്പോൾ ഈ യുദ്ധങ്ങൾ നടക്കുന്ന രാജ്യങ്ങളിലെ ഈ വിശപ്പും പട്ടിണി മരണങ്ങളും ഒക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ രാജ്യങ്ങളെ രക്ഷിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും നമ്മൾ എടുക്കണം എന്നുള്ള മുന്നറിയിപ്പുകൾ ലോകാരോഗ്യ സംഘടന അടക്കമുള്ളവർ നൽകുന്നുണ്ട്. എന്തായാലും ഇപ്പോ അക്യൂട്ട് വിശപ്പ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉടലെടുത്തിട്ടുണ്ട്. അതായത് ഈ അക്യൂട്ട് വിശപ്പ് എന്ന് പറയുന്നത് നമ്മള് വിശന്നാലും ആഹാരമില്ലാതെ പട്ടിണി കിടന്ന് മരിക്കുന്ന ഒരവസ്ഥ വരിക. അതായത് നമുക്ക് എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും ആഹാരം ലഭിക്കാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുക. ഇതാണ് അക്യൂട്ട് വിശപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് കാലാവസ്ഥാ വ്യതിയാനം, സംഘർഷങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധി ഇതൊക്കെ മൂലം ഉടലെടുക്കുന്ന ഒരു പ്രതിഭാസമാണ് ഈ അക്യൂട്ട് വിശപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ പല രാജ്യങ്ങളും അത്തരത്തിലുള്ള ഒരു അക്യൂട്ട് വിശപ്പിനെ ഇപ്പോൾ നേരിടുന്ന സ്ഥിതി കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. മറ്റൊന്ന് ഭക്ഷ്യക്ഷാമം. അതായത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് നമ്മളിപ്പോൾ ലോകങ്ങളിൽ ഭക്ഷ്യ സാധനങ്ങളുടെ ലഭ്യത കുറഞ്ഞു വരുന്നത് ഈ പട്ടിണി മരണങ്ങളെ കൂടുതൽ കൂടുതൽ പട്ടിണി മരണങ്ങൾക്ക് ഇടയാകാൻ കാരണമായി പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ കൃഷി നശിക്കുക, പിന്നെ ഈ സാമ്പത്തിക പ്രതിസന്ധികൾ ഉടലെടുക്കുക, രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷാവസ്ഥയിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുക, ഇത്തരം ഘടകങ്ങളിലൂടെയാണ് ഈ ഭക്ഷ്യക്ഷാമം ഉണ്ടാകുന്നത്. പല രാജ്യങ്ങളും യുദ്ധം ഉണ്ടാകുമ്പോൾ ഉപരോധങ്ങൾ ഉണ്ടാകും. അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നും ഭക്ഷ്യവസ്തുക്കൾ വരാതെയാകും. ഇനി വന്നു കഴിഞ്ഞാൽ തന്നെ അത് ഉയർന്ന പണം കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥ വരും. സാധാരണക്കാർക്ക് അത്തരം ഉയർന്ന പണം കൊടുത്ത് ഈ സാധനങ്ങൾ വാങ്ങാൻ കഴിയാത്തൊരവസ്ഥ വരും. അപ്പോൾ ഇതൊക്കെ വലിയ രീതിയിലുള്ള പട്ടിണി അല്ലെങ്കിൽ ഈ ഭക്ഷ്യക്ഷാമത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഇനി മറ്റൊന്ന്, ലോകത്ത് ഏറ്റവും കൂടുതൽ വിശപ്പ് അല്ലെങ്കിൽ പട്ടിണി മരണങ്ങൾ ഉണ്ടാകുന്ന രണ്ട് രാജ്യങ്ങളാണ് ഗസയും സുഡാനും. ഗസയിൽ നമുക്കറിയാം ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം നടക്കുന്നു. അവിടെ ഹമാസിന്റെ ഒരു ഭീകര അന്തരീക്ഷം, ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തികൾ അടക്കമുള്ള ഭീകരവാദ ടീമുകൾ സൃഷ്ടിക്കുന്നു. ഇതുമൂലം ഗസയിലെ ജനങ്ങൾ പട്ടിണിയിലാകുന്നു, പിന്നെ മരണം നടക്കുന്നു. മാത്രമല്ല ഇവർക്ക് അവിടെ സാധനങ്ങൾക്ക് വില കൂടുന്നു, വാങ്ങാൻ അവർക്ക് സാമ്പത്തികമില്ല, കാരണം ജോലിയില്ല, അരക്ഷിതമായ ഒരു അവസ്ഥ ഗസയിൽ നിലകൊള്ളുന്നു. അങ്ങനെ ശിശുക്കൾ അടക്കമുള്ളവർ പട്ടിണിയിലേക്ക്, ആരോഗ്യസ്ഥിതി മോശമാകുന്നു, കൃത്യമായി അവർക്ക് കിട്ടേണ്ട ഭക്ഷണങ്ങൾ മറ്റുള്ളവർ കവർന്നെടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നു. ഇതൊക്കെ ഗസയിൽ ഇപ്പോൾ പട്ടിണി മരണമാണ് കൂടുതൽ ഉണ്ടാകുന്നത്. ഈ സംഘർഷാവസ്ഥയിലുള്ള മരണത്തെക്കാൾ ഗസയിൽ ഉണ്ടാകുന്നത് പട്ടിണി മരണങ്ങളാണ് കൂടുതൽ. ആഹാര സാധനങ്ങളുടെ ലഭ്യത മൂലം മരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതലാകുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മറ്റൊന്ന്,
ഈ സുഡാനിലെ അവസ്ഥയാണ്. സുഡാനിൽ ഇപ്പോൾ ആഭ്യന്തര കലഹം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് സുഡാൻ. അതുകൊണ്ട് തന്നെ അവിടുത്തെ കൃഷികൾ നശിക്കുന്നു, അവിടെ കാർഷിക മേഖല വലിയ തോതിൽ പ്രതിസന്ധിയിലാകുന്നു, ആളുകൾ അവിടെ നിന്ന് പലായനം ചെയ്ത് മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നു. അങ്ങനെ അവിടുത്തെ വളരെ രൂക്ഷമായി മാറുന്നുണ്ട്. അങ്ങനെ സുഡാനും ലോകത്തിന് മുൻപിൽ പട്ടിണി കിടന്ന് മരിക്കുന്ന ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഒരു രാജ്യമായി മാറുന്നു. അങ്ങനെ ഈ ആഗോള വിശപ്പ് നമ്മളെ കവർന്ന് തിന്നുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. ഇത് ഗസയിലും സുഡാനിലും വളരെ വ്യാപകമായി നടക്കുന്നുണ്ടെങ്കിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കാരണം പല രാജ്യങ്ങളിലും പണ്ടൊക്കെ നമ്മൾ സൊമാലിയയാണ് ഇത്തരം കാര്യങ്ങളിൽ പിന്നെ ഈ ആഹാരമില്ലാതെ ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന രാജ്യങ്ങളുടെ ഒക്കെ പേരുകൾ പറയുമ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് സൊമാലിയാണ്. പക്ഷെ ഇപ്പോൾ പല ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ഇത്തരം ഭക്ഷ്യക്ഷാമങ്ങൾ ഉണ്ടാകുന്നു, ജനങ്ങളുടെ ജീവിതം വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നു. ആഗോളമായ ഒരു രീതി എടുത്തു നോക്കിയാൽ വിശപ്പിനെ അതിജീവിക്കാൻ കഴിയാതെയുള്ള മരണങ്ങളാണ് കൂടുതലും സംഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ അല്ലെങ്കിൽ നമ്മുടെ ലോകത്തിന്റെ പല മേഖലകളെയും വല്ലാതെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ സമ്പന്നമായ ഒരു രാജ്യം നമ്മൾ എടുത്താൽ പോലും അമേരിക്കയിൽ പോലും ചിലപ്പോൾ പട്ടിണി മരണങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത ഏറെക്കുറെ കൂടുതലാണ്. കാരണം രാജ്യങ്ങൾ സമ്പന്നമായിരിക്കും, പക്ഷെ അവിടുത്തെ ജനങ്ങളിൽ പകുതി പേരും സാധാരണക്കാരായിരിക്കും. അവർക്ക് ഈ മറ്റുള്ളവർ വാങ്ങുന്നത് പോലെ വിലയേറിയ ഭക്ഷണങ്ങൾ വാങ്ങാനോ അല്ലെങ്കിൽ കൃത്യമായ ശമ്പളങ്ങൾ കിട്ടുന്നത് വഴി അവരുടെ ജീവിതം മെച്ചപ്പെടുത്താനോ ഒന്നും സാധിച്ചെന്ന് വരില്ല. അത് വലിയ രീതിയിലുള്ള ഈ ആഗോള വിശപ്പ് അല്ലെങ്കിൽ പട്ടിണിയിലേക്ക് കൊണ്ടെത്തിക്കുമെന്നുള്ളതാണ്. അങ്ങനെ പല ആഫ്രിക്കൻ രാജ്യങ്ങളും ഇപ്പോൾ പട്ടിണിയുടെ ഈ അടുത്തെത്തിയിരിക്കുന്നു. വിശപ്പ് ഈ ഭക്ഷണം ലഭിക്കാതെ മരിക്കുന്ന ശിശുക്കളുടെ എണ്ണം വരെ കൂടിയിരിക്കുന്നു. അതായത് ഈ നവജാത ശിശുക്കളൊക്കെ മുലപ്പാൽ കിട്ടാതെയൊക്കെ മരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് അമ്മമാർ കൃത്യമായ ഭക്ഷണം കഴിച്ച് മുലപ്പാൽ ഉണ്ടായി അതുവഴി കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ ലഭിച്ച് അങ്ങനെയാണ് കുഞ്ഞുങ്ങൾ പുഷ്ടിപ്പെട്ട് വരുന്നത്. പക്ഷേ ഇവിടെ അമ്മമാർ പോലും നമുക്കറിയാം ഈ വിശപ്പ് മൂലം നമ്മുടെ ഈ പിന്നെ ഇവിടെയുള്ള നമ്മുടെ ആദിവാസി ഗ്രാമങ്ങളിലൊക്കെ അട്ടപ്പാടിയിലൊക്കെ എത്ര മരണങ്ങളാണ് പട്ടിണി മൂലം ഉണ്ടാവുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതിനൊക്കെ ബജറ്റിൽ വലിയ മാറ്റങ്ങൾ കുറെ പിന്നെ ലക്ഷങ്ങൾ മാറ്റിവെക്കുമെങ്കിലും അത് എത്തേണ്ട രീതിയിൽ ഇവരുടെയൊക്കെ കൈകളിൽ എത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ഈ പണ്ടത്തെ അവസ്ഥയിൽ ഇപ്പോൾ രാജ്യങ്ങൾ മിണ്ടിയാൽ തന്നെ യുദ്ധത്തിലേക്ക് കടക്കുന്നത്. ഇപ്പൊ റഷ്യ യുക്രൈൻ തമ്മിലുള്ള യുദ്ധം, ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം, പിന്നെ അങ്ങനെ പല രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ അത് രാജ്യവ്യാപകമായി തന്നെ ഒരു പട്ടിണി മരണങ്ങളിലേക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലേക്കൊക്കെ രാജ്യങ്ങളെ നയിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പൊ ലോകം തന്നെ ഉറ്റുനോക്കുകയാണ്, രാജ്യം വലിയ പട്ടിണിയിലേക്കാണോ പോകുന്നത് എന്നുള്ളൊരു അവസ്ഥ ഉടലെടുത്തിരിക്കുന്ന ഒരു സ്ഥിതി സംജാതമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് ചർച്ചകൾക്കപ്പുറം എന്തൊക്കെ പ്രതിവിധികൾ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത്. ലോകം ചിന്തിക്കുന്നതും അതുവഴി തന്നെ, അതായത് സമ്പന്നമായി നിൽക്കുന്ന രാജ്യങ്ങൾക്ക് ഈ പട്ടിണി കിടക്കുന്ന രാജ്യങ്ങളെ എങ്ങനെ സഹായിക്കാൻ കഴിയും എന്നുള്ള ഒരു രീതിയിലേക്ക് ലോകം ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.